അൽതാഫ് സലീം, അനാർക്കലി മരിക്കാർ എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി വിനോദ് ലീല സംവിധാനം ചെയ്യുന്ന മന്ദാകിനി എന്ന ചിത്രം പ്രദർശനത്തിനൊരുങ്ങുകയാണ്. ഷിജു എം ഭാസ്കർ ആണ് ചിത്രത്തിന്റെ കഥാകൃത്തും ഛായാഗ്രാഹകനും. സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ പിറന്ന മന്ദാകിനി. എന്റെ അസോസിയേറ്റ് ഷാലു ഒരു ആശയം എന്നോട് പറഞ്ഞിരുന്നു. അതൊന്ന് എഴുതിനോക്കുകയായിരുന്നു. ഒരു ഹ്രസ്വ ചിത്രത്തിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം വിശദമായ വൺലൈൻ തയ്യാറാക്കി. അതോടെ ഇതൊന്നു ചെയ്തു നോക്കാം എന്ന പ്രാഥമിക ധാരണയിലെത്തി എല്ലാവരും. ഇതുവച്ച് 2.5 മണിക്കൂർ നേരത്തേക്കുള്ള സിനിമ ചെയ്യാനാവുമോ എന്ന് സംശയമുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സിനിമയുടെ സംവിധായകൻ വിനോദ് ലീല തിരക്കഥയെഴുതാൻ സന്നദ്ധ പ്രകടിപ്പിച്ചത്. അദ്ദേഹം അതെഴുതിക്കഴിഞ്ഞപ്പോഴാണ് ഇത് സിനിമയായി വന്നാൽ നന്നായിരിക്കും എന്ന ആത്മവിശ്വാസം ഉണ്ടാവുന്നത്. വൺലൈനായ ശേഷം ഞാനും അസോസിയേറ്റ് ക്യാമറാനും ഉൾപ്പെടെ 9 പേർ 30 ദിവസം വേറെവിടെയും പോകാതെ എഴുതുകയായിരുന്നു. കഥയെക്കുറിച്ച് അൽതാഫിനോട് പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം സുഹൃത്താണ്. നായകനായാൽ ശരിയാകുമോ എന്നൊരു ആശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇതെഴുതിയതുതന്നെ അൽതാഫിനു വേണ്ടിയാണ്. അൽതാഫ് എങ്ങനെ സംസാരിക്കും, ചിരിക്കും എന്നെല്ലാം അറിയാമായിരുന്നു. അദ്ദേഹമില്ലെങ്കിൽ ഈ സിനിമയില്ല. ആ കഥാപാത്രം അൽതാഫിനു വേണ്ടി എഴുതിയതാണെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാകും. സിനിമ ഹിറ്റായാലാണ് നമുക്ക് ഈ രംഗത്ത് ഭാവിയുള്ളൂ. കഴിഞ്ഞ 1.5 വർഷമായുള്ള ആലോചനയാണ്. ഇതിനു മുൻപ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. 2 തിരക്കഥകൾ ഇതിനു മുൻപ് എഴുതിയിട്ടുണ്ട്. തത്കാലം കുഴപ്പമില്ലാത്ത ഒരു സിനിമ ചെയ്യാം എന്നു കരുതി ഇറങ്ങിയതാണ്. പക്ഷേ വിചാരിച്ചതിനേക്കാൾ വലുതായിപ്പോയി. ഓരോ വിഷ്വൽസും എങ്ങനെ വേണമെന്ന് നേരത്തെ തന്നെ ആലോചിച്ചുറപ്പിച്ചിരുന്നു. ഈ കഥ നടക്കുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ റൺവേയോട് വളരെ അടുത്തുള്ള വീടാണ് കഥാപരിസരം. ആദ്യം ഇങ്ങനെ ആലോചിച്ചിരുന്നില്ല. പക്ഷേ പിന്നീടെപ്പോഴോ ഇതൊരു വ്യത്യസ്തമായ സ്ഥലത്ത് നടക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് വിമാനത്താവളത്തിന്റെ അടുത്ത് എന്ന ചിന്ത വരുന്നത്. ഇവരുടെ വീടിനു മുകളിൽ കയറി നിന്നാൽ വിമാനം പറന്നുയരുന്നത് കാണാം. അങ്ങനെയൊരു ലൊക്കേഷൻ മനസ്സിൽ വന്നപ്പോൾ തിരക്കഥയും മാറ്റി. ഞാൻ തന്നെ എഴുതിയതാണ്, ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. അതൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു. അത്രയേറെ അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട കഥാപാത്രമാണ് മന്ദാകിനിയിലെ നായിക. ആദ്യം 1-2 പേരോട് കഥ പറഞ്ഞിരുന്നു. ആദ്യ കേൾവിയിൽ തന്നെ അനാർക്കലിക്ക് കഥ ഇഷ്ടപ്പെട്ടു. വളരെയധികം പോസിറ്റീവായ സമീപനമായിരുന്നു അവരുടേത്. അൽതാഫ് ആണ് നായകൻ എന്നു കേട്ടപ്പോൾ വളരെ സന്തോഷത്തിലുമായിരുന്നു അനാർക്കലി. പിന്നെ ഈ വേഷം നല്ല രസമായി അനാർക്കലി ചെയ്തിട്ടുമുണ്ട്. താലികെട്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സിനിമ തുടങ്ങുന്നത്. സംവിധായകൻ വിനോദ് ലീല അങ്കമാലിക്കാരനാണ്. അങ്കമാലിയിലൊക്കെ താലികെട്ട് കഴിഞ്ഞ് പെണ്ണിന്റെ വീട്ടുകാർ വന്നാൽ ഒരു 3 മണിയോടെ അവർക്ക് ബിരിയാണിയാണ് കഴിക്കാൻ കൊടുക്കുക. എന്റെ നാടായ ഗുരുവായൂരിൽ ചെറുകടിയാണ് ആ സ്ഥാനത്ത്. അത്രയും വ്യത്യസ്തമാണ് അങ്കമാലിയിലെ കല്യാണത്തിന്റെ പരിപാടികൾ. ഒരു പ്രത്യേക സ്നേഹമാണ് അങ്കമാലിക്കാർക്ക്. കല്യാണമാണെങ്കിൽ അയൽവീടുകളിൽ നിന്നെല്ലാം വരുന്നവർ എല്ലാം കഴിഞ്ഞേ തിരിച്ചു പോകൂ. അതാണ്, ആ തുല്യതയാണ് ഈ സിനിമയിലൂടെ കാണിക്കുന്നത്. നമ്മുടേത് ഒരു ചെറിയ സിനിമയാണ്. എല്ലാവരും നല്ല പിന്തുണ തന്നുകൊണ്ട് വെല്ലുവിളിയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നതുകൊണ്ട് സന്തോഷമാണ് തോന്നിയത്. പക്ഷേ ചിത്രീകരണം അത്ര എളുപ്പമല്ലായിരുന്നു. അവസാനത്തെ 10 ദിവസം രാപകലില്ലാതെയായിരുന്നു ജോലി. കഥ നടക്കുന്ന വീട്ടിൽ നിന്ന് അവർ 1 മാസത്തോളം മറ്റൊരിടത്തേക്ക് മാറിത്തന്നു. ഗുരുവായൂരമ്പല നടയിൽ ചെയ്ത സുനിലേട്ടനായിരുന്നു കലാസംവിധായകൻ. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പ്രവർത്തനം മറക്കാനാവില്ല. അടിപൊളി കക്ഷിയാണ്. നല്ലത് കൊടുത്താൽ ആളുകൾ കാണും. ഈ സമയത്ത് നമ്മൾ ഈ സിനിമയിറക്കുന്നതും അതുകൊണ്ടാണ്. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലേക്ക് അതാത് താരങ്ങൾ വന്നതും ഈ ആശയം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. പ്രേക്ഷകർ മാറിയിട്ടുണ്ട്.